ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കൺസീൽഡ് ഫ്ലഷ്. അതായത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് കൺസീൽഡ് വിത്ത് ഫ്ലഷ് വിത്ത് ക്ലോസറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിന് ഏതാണ് ചെയ്യേണ്ടത്, ഭിത്തിയുടെ അകത്ത് വയ്ക്കുന്നത് ചെയ്യണോ, ഭിത്തിയുടെ പുറത്ത് വയ്ക്കുന്നത് ചെയ്യണോ, അതിൻ്റെ ഫുൾ മെഷർമെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ബോൾട്ട് സെറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത്, എത്ര ഇഞ്ചിലാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്, ഫുൾ ഡീറ്റെയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് ക്ലോസറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് ആദ്യമേ തന്നെ നമ്മൾ നോക്കണം. കാരണം ക്ലോസറ്റിൻ്റെ ബാക്ക് സൈഡ് വരുന്ന ബോൾട്ട് സെറ്റിൻ്റെ അകലങ്ങൾ ചിലതായിട്ട് 1 ഇഞ്ച് 2 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ക്ലോസറ്റ് നമ്മൾ തീരുമാനിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ഫ്ലഷ് കാര്യങ്ങൾ ഉറപ്പിക്കുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഭിത്തിയുടെ അകത്ത് കൺസീൽഡ് ഫ്ലഷ് വയ്ക്കണോ അല്ലെങ്കിൽ ഭിത്തിയുടെ പുറത്ത് പ്രൊജക്റ്റ് ചെയ്ത് വയ്ക്കണോ, ഇത് രണ്ടിനും അതിൻ്റേതായ പ്രത്യേകതകളും കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഭിത്തിയുടെ അകത്ത് വയ്ക്കുന്നത് നോക്കാം. അകത്ത് വയ്ക്കുന്നത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 4 ഇഞ്ച് ഈ 4 ഇഞ്ച് കൺസീൽഡ് ആവണമെങ്കിൽ ഭിത്തി അതിൻ്റെ ഉള്ളുവശം മൊത്തം കളഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും ബെൽറ്റ് കട്ട് ചെയ്ത് കമ്പികളെല്ലാം കട്ട് ചെയ്ത ശേഷം മാത്രമേ ഈ 4 ഇഞ്ച് ഇത്രയും ഭാഗം കൺസീൽഡ് ആവുള്ളൂ. കാരണം ബെൽറ്റ് എന്ന് പറയുന്നത് ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 12 ഇഞ്ചാണ് നോർമൽ ലെവലിൽ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 ഇഞ്ച് ഉള്ളിലേക്ക് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത്രയും ആഴത്തിലേക്ക് കമ്പി കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സേഫ്റ്റിയെ ബാധിക്കും. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കണ്ട് സീരിയസ് ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ അതിൻ്റേതായ പ്രത്യേകത ഇതാണ്, അതായത് ബെൽറ്റ് കാര്യങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് പ്രൊജക്ഷൻ മാത്രമേ ബാത്റൂമിൽ വരുന്നുള്ളൂ. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന, അതായത് ഈ പറയുന്ന ഫ്രെയിം ഉണ്ടോ, ഈ ഹാഫ് ഫ്രെയിം നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കുക, ഹാഫ് ഫ്രെയിമായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം പക്കയായിരിക്കും. അതിൻ്റെ ബോൾട്ട് സെറ്റ് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് തന്നെയായിരിക്കും. സെപ്പറേറ്റ് ഒരു മെഷർമെൻറ്റ് നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു 90% ക്ലോസറ്റുകൾ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് സൂട്ടായിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ഈ വരുന്ന ഫ്രെയിം നമ്മൾ ഭിത്തിയിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ സൈഡുകളിലുള്ള ഫ്രെയിമുകളിലായിട്ട് നമ്മൾ കട്ട കെട്ടി കറക്റ്റ് ചെയ്ത്, താഴെ നിന്ന് കട്ട കെട്ടി കറക്റ്റ് ചെയ്തതിന് ശേഷം, അതായത് ആ 4 ഇഞ്ച് കനത്തിൽ കട്ട കെട്ടി ക്ലിയർ ചെയ്തതിന് ശേഷം ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക സേഫ്റ്റി ആയിട്ടിരിക്കും. അതുമാത്രമല്ല 4 ഇഞ്ച് ഇത്രയും പ്രൊജക്ഷൻ നമുക്ക് പുറത്തേക്ക് വരുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊന്നും കട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഏറ്റവും സേഫ്റ്റി ആയിട്ട്, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഏറ്റവും സേഫ്റ്റി ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ രീതി പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ ഭിത്തിയുമേ സ്ക്രൂ ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ ബാത്റൂമിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ കൂടി വന്ന ഒരു 4 ഇഞ്ച് മാത്രമേ നമുക്ക് ഇത്തിരി കുറച്ച് ഫ്രണ്ടിലേക്ക്, 4 ഇഞ്ച് എന്ന് പറയുന്നത് വലിയ ഒരു കൂടുതലല്ല, അന്ന് ആ വീടിന് അത്രയും സേഫ്റ്റി ആയിരിക്കും. ഇനി ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ആയിട്ടുള്ള മെത്തേഡ്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഇനി ആദ്യമേ തന്നെ നമ്മൾ ക്ലോസറ്റ് വയ്ക്കുന്ന ഏരിയ കറക്റ്റായിട്ടൊന്ന് മെഷർ ചെയ്ത് കണ്ടുപിടിക്കണം. വേറെ ഒന്നുമില്ല, സാധാരണ നോർമൽ ലെവൽ ബാത്റൂം വരുന്നത് കുളിക്കുന്ന ഏരിയ 90 സെൻറ്റിമീറ്റർ, നമ്മുടെ ക്ലോസറ്റിൻ്റെ സൈഡ് ഒരു 90 സെൻറ്റിമീറ്റർ, വാഷ് ബേസിൻ്റെ ഏരിയ ഒരു 60 സെൻറ്റിമീറ്റർ, ഇങ്ങനെയാണ് നോർമൽ ലെവൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്ലോസറ്റിൻ്റെ ഏരിയ 90 സെൻറ്റിമീറ്ററിൻ്റെ സെൻറ്റർ 45 സെൻറ്റിമീറ്റർ ആദ്യം മാർക്ക് ചെയ്യുക. അവിടെയാണ് നമ്മുടെ ക്ലോസറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ വരുന്ന അവിടെയാണ്. അവിടെ നമ്മൾ ഫ്ലഷ് കാര്യങ്ങൾ പിടിപ്പിക്കുന്നതിന് നമ്മൾ ആദ്യമേ തന്നെ നോക്കുക ഫ്ലോർ ലെവൽ, അതായത് ഒരു ബാത്റൂമിൻ്റെ ഫ്ലോർ ലെവൽ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. അതായത് ഫിനിഷിംഗ് ലെവൽ ടൈലിട്ടതിന് ശേഷം എത്രയായിരിക്കും എന്ന് കറക്റ്റ് മെഷർ ചെയ്ത് വരണം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അത് രണ്ടും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാവുന്നതാണ്. ആദ്യമേ തന്നെ ഫ്ലോർ ലെവൽ കറക്റ്റ് ചെയ്തതിന് ശേഷം ഫ്ലോർ ലെവലിൽ നിന്ന് ഈ പറയുന്ന ബോൾട്ട് സെറ്റ് 14 ഇഞ്ച് കറക്റ്റാണ് നമുക്ക് വെക്കേണ്ടത്. 14 ഇഞ്ച് നമ്മുടെ എല്ലാ ടൈലും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. ഇതാണ് അതിൻ്റെ ഫുൾ മെഷർമെൻറ്റ് വരുന്നത്. 14 ഇഞ്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസറ്റിൻ്റെ ഫിനിഷിംഗ് ലെവൽ ഒരു 16 ഇഞ്ച് തൊട്ട് 17 ഇഞ്ചും ഇടയിലായിട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ക്ലോസറ്റിൻ്റെ സെയിം ഹൈറ്റ് നമുക്ക് കിട്ടും. പക്ഷേ ഒരുപാട് താഴ്ന്നു പോകാൻ പാടില്ല, ഒരുപാട് പൊങ്ങിയും പോകാൻ പാടില്ല. പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നിലത്ത് നമ്മുടെ കാലുറക്കിയില്ല. അതുമാത്രമല്ല, താഴ്ന്നു പോയി കഴിഞ്ഞാൽ ബോൾട്ട് സെറ്റ് താഴ്ന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോസറ്റിൻ്റെ അടിവശം വന്ന് നമ്മുടെ ടൈലിൻ്റെ അടിയിലിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 14 ഇഞ്ച് കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് ടൈൽ ഫിനിഷിംഗ് ആണ്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 2 ഇഞ്ച് താത്തി വേണം ചെയ്യാനായിട്ട്. 2 ഇഞ്ചെങ്കിലും മിനിമം നമുക്ക് ടൈൽ ഫിനിഷിങ്ങിന്, ടൈൽ ഒട്ടിക്കാനും കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. ഉണ്ടോ, നിങ്ങൾ ആ 4 ഇഞ്ച് ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ വശത്തു നിന്നാണ് നമ്മൾ ഫ്ലഷ് വരുന്നത് 1.25 ഇഞ്ച്, താഴെ കാണുന്ന 4 ഇഞ്ച്, ഈ രണ്ടുമാണ് നമ്മുടെ ക്ലോസറ്റിൻ്റെ ബാക്ക് സൈഡ് കയറുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അടച്ച് വയ്ക്കുന്നതിന് വേണ്ടി, ഇത് ജെബറിറ്റ് എന്നൊരു കമ്പനിയുടെയാണ്, അടച്ച് വയ്ക്കുന്നതിന് വേണ്ടി ചെറിയൊരു കപ്പ് തന്നിട്ടുണ്ട്. അത് നമ്മൾ വെച്ചിട്ടേക്കുക, കാരണം അതിനുള്ള പരിക്കും കാര്യങ്ങൾ പോകാനുണ്ട്. പിന്നെ ബോൾട്ട് സെറ്റിന് സെപ്പറേറ്റ് ഒരു സ്ലീവ് തന്നിട്ടുണ്ട്, അതും കൊടുത്തിട്ടേക്കാം. പിന്നെ ഇത് കണ്ടോ, ഈ 2 സൈഡുകളിൽ കാണുന്ന ആ റോഡ് നമുക്ക് ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും മാറ്റിയിടുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലോസറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡുള്ള അതിൻ്റെ ഹോള് ചില ക്ലോസറ്റിന് 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ചെയ്തിരിക്കുന്നതാണ്. ഏത് ക്ലോസറ്റ് സെറ്റ് ആവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്, ജെബറിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്.
പിന്നെ 4 ഇഞ്ചിൻ്റെ ലോക്ക് കണ്ടോ, 4 ഇഞ്ച് ഉറപ്പിച്ചിരിക്കുന്നത് നേരെ ഒരു ബുഷ് ഇട്ട് നമുക്ക് ഏതാണോ അനുയോജ്യമായ രീതിയിൽ താഴേക്ക് ഒരു ബുഷ് കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നേരെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 4 ഇഞ്ച് എൽബോയും ബെൻഡും വെച്ച് നേരെ നമ്മൾ പുറത്തേക്ക് കൊടുത്തേക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങൾ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഇനി ഇത്രയും നമ്മൾ ചെയ്ത് ഉറപ്പിച്ച് കോൺക്രീറ്റിൽ വേണം നമ്മൾ ഉറപ്പിക്കാനായിട്ട്. കോൺക്രീറ്റ് കാര്യങ്ങൾ മെഷർമെൻറ്റ് വ്യത്യാസം വരാനായിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ, ഇതിലൂടെയാണ് വെള്ളം കറക്റ്റായിട്ട് ഫ്ലഷിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നത്. അത് നമ്മൾ CPCയുടെ മെറ്റീരിയൽസാണ് എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന് സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുത്തേക്കാനുണ്ടോ. ഇതൊരു വാൽവാണ്, നമ്മുടെ സാധാരണ ഫ്ലഷ് വാൽവ്, കൺസീൽഡ് ഫ്ലഷ് വാൽവാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വേറെ ഒന്നിനുമല്ല, നമ്മുടെ ക്ലോസറ്റിന് ചിലപ്പോൾ ഒരു 90% എങ്ങനെയെങ്കിലും ഒരു 2-3 വർഷം കഴിയുന്ന സമയത്ത് ചെറിയ രീതിയിൽ ലീക്കേജ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാത്റൂമിൽ എപ്പോഴും ക്ലോസറ്റിലൂടെ വെള്ളം പോയിരിക്കുന്നത് നമുക്ക് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ടാങ്കിലെ വെള്ളം തീർന്നു പോകും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ക്ലോസറ്റ് നമ്മൾ ബാത്റൂം അടച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാത്റൂമുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റാറില്ല, മറ്റ് കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കുളിക്കാനോ അതുപോലെ തന്നെ വാഷ് ചെയ്യാനോ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ക്ലോസറ്റിൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ, ഫ്ലഷിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ആ ഫ്ലഷിന് സെപ്പറേറ്റ് ഒരു വാൽവ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലഷിൻ്റെ വാൽവ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ബാത്റൂമിൻ്റെ തടസ്സം ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ സെപ്പറേറ്റ് ഒരു വാൽവ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വാൽവ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. വാൽവ് കൂടി കൊടുത്തേക്കുക. തൊട്ട് താഴെയാണ് ഹെൽത്ത് ഹൗസറ്റിനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ നോർമൽ ലെവലിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, ലൈക്കും കൂടി ചെയ്തേക്കാം. എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്കും കൂടി ചെയ്തേക്കാം, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.